ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം മാറുവാൻ ഇനി വെറും നിമിഷങ്ങൾ മാത്രം. നിങ്ങളുടെ ജീവിതം ഇനി മാറി മറിയുന്ന സമയം, അതായത് സുവർണ കാലം നിങ്ങൾക്ക് മുന്നിൽ തെളിയുവാൻ പോകുന്നു. ആദിത്യൻ മെയ് 15 രാവിലെ വരെ മേടം രാശിയിലും തുടർന്ന് ഇടവം രാശിയിലും സഞ്ചരിക്കും. ഭരണി, കാർത്തിക, രോഹിണി എന്നീ ഞാറ്റുവേലകളുണ്ട്. അതുപോലെ മെയ് 1-നും 31-നും വെളുത്ത വാവും മെയ് 16-ന് കറുത്ത വാവും ഭവിക്കുന്നു. വൈശാഖം, ജ്യേഷ്ഠം എന്നീ ചന്ദ്രമാസങ്ങളും മേടം, ഇടവം എന്നീ സൗരമാസങ്ങളും ഭാഗികമായി മെയ് മാസത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ വ്യാഴം മിഥുനം രാശിയിൽ പുണർതം 3-ാം പാദത്തിലാണ്. ശനി മീനം രാശിയിൽ തുടരും. എന്നാൽ മെയ് 17 വരെ ഉത്രട്ടാതി നക്ഷത്രത്തിലും ശേഷം രേവതി നക്ഷത്രത്തിലുമായിട്ടായിരിക്കും ശനിയുടെ സഞ്ചാരം. രാഹുവിനും കേതുവിനും മെയ് മാസത്തിൽ രാശി മാറ്റമില്ല. അതുപോലെ രാഹു കുംഭം രാശിയിൽ ചതയത്തിലും കേതു ചിങ്ങം രാശിയിൽ മകത്തിലും സഞ്ചരിക്കുന്ന കാലമാണ്. ശുക്രൻ മെയ് 14 വരെ ഇടവം രാശിയിലും തുടർന്ന് മിഥുനം രാശിയിലും യാത്ര തുടരും. ചൊവ്വ മീനത്തിലാണ്. അതുപോലെ മെയ് 11 സ്വന്തം ക്ഷേത്രമായ മേടം രാശിയിൽ പ്രവേശിക്കും. ബുധൻ മേടം രാശിയിലാണ്. അതുപോലെ മെയ് 14 ഇടവത്തിലും 29 മിഥുനത്തിലും സംക്രമിക്കും. മെയ് 4 മുതൽ 24 വരെ ബുധന് മൗഢ്യ അവസ്ഥ തുടരുന്നുണ്ട്. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ മാസത്തെ സമ്പൂർണ്ണ മാസഫലമാണ്. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗത്തിൽ ഉൾപ്പെടുന്ന മേടരാശിക്കാരായ നിങ്ങൾക്ക് വളരെ വലിയ നേട്ടങ്ങളിലൂടെയാണ് ഈ മാസത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. സാമ്പത്തികമായും ആരോഗ്യപരമായും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. വസ്തു തർക്കങ്ങളും മറ്റും അനുകൂലമായ അവസ്ഥയിൽ അവസാനിക്കും. ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ മാസം ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും മുടങ്ങിപ്പോയ വിദേശ യാത്ര നടത്തുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ പുരോഗതിയും പരീക്ഷയിൽ ഉന്നത വിജയവും കരസ്ഥമാക്കുവാൻ കഴിയുന്ന മാസമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം വന്നു ചേരും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ വലിയ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ വസ്തു തിരിച്ചു കിട്ടുന്നതിൽ സന്തോഷിക്കുവാൻ കഴിയുന്നതാണ്. കുടുംബജീവിതത്തിലും വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കും. മാനസികമായും ശാരീരികമായും ചില അസ്വസ്ഥതകൾ വന്നു ചേരാം. അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം, ശമ്പള വർധനവ് എന്നിവ ലഭിക്കുവാൻ ഇടയുള്ള കാലമാണ്. മാസ അവസാനം ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗത്തിൽ ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാരായ നിങ്ങൾക്ക് ഭൂമി സംബന്ധമായ ഇടപാടുകൾ വളരെയധികം ലാഭകരമായി നടത്തുവാൻ കഴിയുന്നതാണ്. കൃഷിയിൽ നിന്നും ആദായം വർദ്ധിക്കും. അതുപോലെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരുന്നതാണ്. ചിലർക്ക് വിദേശ യാത്രാ യോഗമുണ്ട്. അതുപോലെ വിവാഹാലോചനകളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഭവിക്കുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കും വളരെ വലിയ പരിഹാരമുണ്ടാകുന്ന കാലമാണ്. സ്വന്തമായി ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വളരെയധികം ധനലാഭം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം സ്ഥാപിക്കുവാനും കഴിയുന്ന മാസമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നതിനായി പണം മുടക്കേണ്ടി വരും.
അതുപോലെ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മകനോ മകളോ മൂലം സാമ്പത്തികമായി നഷ്ടമുണ്ടാകുവാൻ ഇടയുള്ള കാലമായതിനാൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ താമസിക്കുന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി മാറി താമസിക്കേണ്ടി വരും. അപേക്ഷിച്ച ബാങ്ക് വായ്പകൾ അനുവദിച്ചു കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് കലഹങ്ങളോ തർക്കങ്ങളോ ഉണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. സൈനികരായ ആളുകൾക്ക് അംഗീകാരവും ബഹുമതികളും വന്നു ചേരും. പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും സിദ്ധിക്കുന്ന മാസം കൂടിയാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങ രാശിക്കാരായ നിങ്ങളുടെ വിദേശത്തുള്ള മകൻ നാട്ടിൽ തിരിച്ചെത്തുന്നതാണ്. അതുപോലെ കൃഷിയിൽ നിന്നും പ്രതീക്ഷിച്ചതിലും അധികം ധനലാഭം പ്രതീക്ഷിക്കാം. പങ്കാളിക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്ന മാസമാണ്. അതുപോലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഭാഗ്യം കൊണ്ട് തന്നെ ചില നേട്ടങ്ങളുണ്ടാകും. ധാരാളം യാത്രകൾ ചെയ്യുവാനും സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാനും സാധിക്കുന്നതാണ്. ആരോഗ്യപരമായി ചില പരിചരണങ്ങൾ നടത്തേണ്ടി വരുന്ന മാസമാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ ഭിന്നതകളും രമ്യമായി പരിഹരിക്കുവാൻ കഴിയുന്ന മാസമാണ്. അതുപോലെ തൊഴിൽ രംഗത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. പ്രത്യേകിച്ചും നിങ്ങൾ ഈ മാസം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യനിലയിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധിക്കും. കോടതി കേസുകളിൽ തീരുമാനം നിങ്ങൾക്ക് എതിരാകുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായ നില വളരെയധികം തൃപ്തികരമായി തുടരുന്ന മാസം കൂടിയാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്കാരായ നിങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനായി ഭൂമി വാങ്ങുവാൻ കഴിയുന്നതാണ്. അസുഖങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും വിട്ടുമാറും. ദൈവാധീനം കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ഈ മാസം നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഉന്നത ബന്ധങ്ങൾ കൊണ്ടും വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. അതുപോലെ ദീർഘദൂര യാത്രകൾ ഇതുമൂലം വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. പണയം വെച്ച ആഭരണങ്ങൾ തിരിച്ചെടുക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കുവാൻ അനുകൂലമായ കാലമാണ്. അതുപോലെ ജോലി മാറാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചിക രാശിക്കാരായി നിങ്ങൾക്ക് മാനസികമായ സംഘർഷങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും ഒരു അയവ് പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയതായി ഭൂമി വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും. അതുപോലെ ഉന്നത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന എല്ലാവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനിടയുണ്ട്. മാസ അവസാനം കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനു രാശിക്കാരായ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ദീർഘയാത്രകൾ ആവശ്യമായി വരും. പങ്കാളികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യമായി തന്നെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. അധിക ചുമതലകൾ വന്നു ചേരും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും കളഞ്ഞുപോയ ഒരു വസ്തു തിരിച്ചു കിട്ടും. പുതിയ സംരംഭങ്ങൾ നിങ്ങൾക്ക് തുടങ്ങുവാൻ അനുകൂലമായ ഒരു കാലമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈ മാസം നിങ്ങൾക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. സഹോദര സഹായം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികളായ ആളുകൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ദീർഘദൂര യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുന്നത് ഗുണകരമാണ്. വാഹന അപകടങ്ങൾക്ക് വളരെ വലിയ സാധ്യതയുള്ള മാസം കൂടിയാണ്. ആഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യനില തൃപ്തികരമായി
തുടരുന്നതാണ്. അതുപോലെ എതിരാളികളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള മാസമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും നിങ്ങൾ മുടങ്ങാതെ നടത്തുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പോരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പൊതുവെ നിങ്ങൾക്ക് ദൈവാധീനം വളരെയധികം കൂടുതലുള്ള കാലമാണ്. പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ചെയ്തു തീർക്കുവാൻ കഴിയും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ഞെരുക്കത്തിനൊരു പരിഹാരമുണ്ടാകും. കുട്ടികൾ ഇല്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് സൽസന്താന ഭാഗ്യമുണ്ടാകും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. സ്ഥാനചലനമുണ്ടാകും. ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കുവാൻ കഴിയുന്നതാണ്. കാർഷികമായ കാര്യങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിക്കുവാനുള്ള യോഗവും ഈ മാസം വന്നു ചേരും. അടുത്തത് മീനം രാശിക്കാരാണ്. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനരാശിക്കാരായ നിങ്ങൾക്ക് ഉന്നത ബന്ധങ്ങൾ കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. യാത്രകൾ കൊണ്ട് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. മാസത്തിൻ്റെ തുടക്കത്തേക്കാൾ മികച്ചതായിരിക്കും അവസാന മാസം. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. അസുഖങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി ഭേദമാകുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്യുന്നതാണ്. സൗമ്യമായി സംസാരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വീട് പുതുക്കി പണിയുവാനും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുന്ന മാസമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.